ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ആത്മോപദേശ ശതകത്തിൻ്റെ 15ാമത്തെ ശ്ലോകത്തിലേക്ക് വരുമ്പോൾ ഈ ആത്മാനുഭവം സിദ്ധിച്ച മഹാത്മാവിൻ്റെ ഒരു മാനസികാവസ്ഥ പറയുന്നു. അതോടൊപ്പം അത് ലഭിക്കാത്ത ആളുടെ അനുഭവം പറയുകയാണ്. ഗുരു എങ്ങനെയാണ് പറയുന്നത്? പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർക്ക് 10,000 ആണ്ടൊരൽപ്പനേരം അറിവ് അപരപ്രകൃതിക്ക് അധീനമായാൽ അരനൊടി 1000 ആണ്ടുപോലെ തോന്നും. പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർ എന്ന് പറയുന്നത് ഈ ആത്മസാക്ഷാത്കാരം നേടിയ മഹാത്മാക്കളുടെ കാര്യമാണ്. ചില യോഗികളൊക്കെ, ജ്ഞാനികളല്ല, യോഗികൾ നിർവികൽപ്പ സമാധിയിലേക്കൊക്കെ പോകുന്നത് നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. ആ നിർവികൽപ്പ സമാധിയിൽ പോകുന്ന യോഗികൾ എത്രയോ വർഷം ആ തലത്തിൽ അവരുടെ മനസ്സ് അങ്ങനെ ലയിച്ചിരുന്നതിന് ശേഷം പിന്നീട് ഇവിടെ തിരിച്ചു വരുന്നതായിട്ടും അറിയുന്നുണ്ട്. അപ്പോൾ 100 കണക്കിന് വർഷങ്ങൾ ആ ശരീരം അവർക്ക് കേട് വരാതെ സൂക്ഷിക്കാനും ഈ ശരീരത്തിൽ ഈ മനസ്സിനെ തിരിച്ചു കൊണ്ടുവന്ന് പഴയതുപോലെ പ്രവർത്തിക്കുവാനും അവർക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഒരുപക്ഷെ നമുക്ക് അതത്ര പെട്ടെന്ന് വിശ്വസിക്കാൻ പറ്റില്ലെങ്കിൽ പോലും നമ്മുടെ യുക്തി അങ്ങോട്ട് എത്താത്തത് കൊണ്ടാണ് ആ വിശ്വാസം വരാത്തത്. കാരണം നമ്മുടെ യുക്തിക്ക് ചില പരിമിതികളുണ്ട്. അപ്പോൾ ഗുരുവിനെ പോലെയുള്ള യോഗികൾ, ഗുരു ജ്ഞാനിയും യോഗിയും അതുപോലെ ഭക്തിയുടെ തലത്തിൽ ഒക്കെ ഏറ്റവും ശ്രേഷ്ഠമായ തലത്തിലിരിക്കുന്ന മഹാത്മാവാണ്. ഗുരു പോലും പല സന്ദർഭങ്ങളിലും അതൊക്കെ പല ശരീരത്തെയും എടുത്തുകൊണ്ട് ഇവിടെ പല സിദ്ധികളും കാട്ടിയിട്ടുണ്ട്. എത്രയോ നാളുകൾ ബാഹ്യബോധമില്ലാതെ, അതായത് ശരീരബോധമില്ലാതെ ധ്യാനത്തിൻ്റെ ആഴങ്ങളിൽ വസിച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടെ മഹർഷിമാർ ഇങ്ങനെ മനസ്സ് ഇല്ലാതെ ആ സുഖ സ്വരൂപത്തിൽ ലീനമായിട്ടിരിക്കുന്ന ആ സമയത്ത് അനുഭവിക്കുന്ന ഒന്നിനെക്കുറിച്ചാണ് പരയുടെ പാല് നുകർന്ന ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള ആളുകൾക്ക് വർഷങ്ങളൊന്നും 1000 വർഷം അവർക്ക് നൊടി പോലെ തോന്നുമെന്നാണ് പറയുന്നത്. ഇപ്പം നമ്മൾ നോക്കുമ്പോഴാണ് എത്രയോ പഴക്കമുള്ള, എത്രയോ വർഷങ്ങളായിട്ട് ഇരിക്കുന്ന ഒരു യോഗി എന്ന് പറയുന്നത്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഈ സമയം നമ്മുടെ ഈ സമയം ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ടാലി ആകാതെ വരുന്നുണ്ട്. കാരണം രണ്ടും രണ്ട് സമയമാണ്. മനസ്സുണ്ടെങ്കിൽ മാത്രമേ അവിടെ സമയവും കാലവുമൊക്കെ ഉള്ളൂ. മനസ്സില്ലെങ്കിലോ അവിടെ കാലമില്ല, അവിടെ ആ ബോധം മാത്രമാണുള്ളത്. അതായത് ദ്വൈതം എവിടെയാണോ ഉള്ളത് അവിടെ മാത്രമാണ് ഇതെല്ലാം ഉള്ളത്. പക്ഷെ ആ തിരിച്ചറിവിലേക്ക് നമുക്ക് എത്തണമെങ്കിലോ അത് സാധനയിലൂടെ, നിരന്തരമുള്ള സാധനയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് ഗുരു വീണ്ടും പറയുകയാണ്. അപ്പോൾ ഇങ്ങനെ അല്ലാതെ ഒരു ജീവൻ ഇരിക്കുകയാണെങ്കിലോ, കാരണം ഈ അറിവ് അപരപ്രകൃതിക്ക് അധീനമായാൽ മറ്റ് വ്യവഹാരങ്ങളിൽ മാത്രം അത് മാത്രമാണ് സത്യമെന്നുള്ള ഇതിലേക്ക് പോകുന്നവർക്കോ അരനൊടി നമുക്ക് 1000 ആണ്ട് പോലെ തോന്നാം. 10,000 വർഷം അരനൊടി പോലെ തോന്നാം ജ്ഞാനിക്ക്. പക്ഷേ അജ്ഞാനിക്ക് അരനൊടി 1000 ആണ്ട് പോലെ തോന്നും. നേരെ തിരിച്ചാണ്. അത് എന്തുകൊണ്ടങ്ങനെ?
പ്രത്യേകിച്ച് നമുക്ക് വളരെ ബോറടിക്കുന്ന ഒരു പ്രഭാഷണം നമ്മൾ കേൾക്കാൻ തുടങ്ങിയാൽ അത് എത്രയും പെട്ടെന്ന് നിർത്തണമെന്ന് നമ്മൾ ആഗ്രഹിക്കും. ചിലപ്പോൾ 2-3 മിനിറ്റേ ഉണ്ടാവുള്ളൂ, പക്ഷെ അത് നമുക്ക് 2-3 മണിക്കൂറായിട്ട് തോന്നും. ചിലത് അനുഭവസമ്പന്നന്മാരായിട്ടുള്ള മഹാത്മാക്കൾ സംസാരിക്കുമ്പോൾ മണിക്കൂറുകൾ സംസാരിച്ചാലും ഈ വ്യക്തി അത് ലയിച്ചിരിക്കുന്നത് കൊണ്ട്, വേറെ മനസ്സെങ്ങും പോകാത്തത് കൊണ്ട് അറിയില്ല ഇത്രയും സമയം പോയോ എന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഈ ഭൗതികമായിട്ടുള്ള ഒരു ലോകത്തായാലും ശരി, ആത്മീയമായിട്ടുള്ള ലോകത്തായാലും ശരി, സമയം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുന്നതും സങ്കല്പിക്കുന്നതുമൊക്കെ ആണെങ്കിലും നമ്മുടെ മനസ്സ് ഉദ്ദേശിച്ച രീതിയിൽ കാലിയല്ല എങ്കിൽ അതിനകത്തേക്ക് മറ്റു പല പല സംഭവങ്ങളും വന്ന് നിറഞ്ഞ് നമ്മളെ അസ്വസ്ഥരാക്കും. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില പ്രശ്നങ്ങൾ നിരന്തരമായിട്ട് നമ്മളിലുണ്ട്. അപ്പം നമുക്ക് ഇഷ്ടപ്പെട്ടത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സമയം പോകുമെന്ന് അറിയുന്നില്ല, ഇഷ്ടപ്പെടാതെ ചെയ്യുമ്പോൾ സമയം ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഇവിടെ ഒരു സാധകൻ അറിയേണ്ടുന്നത് തൻ്റെ അവിദ്യയെ ഇല്ലാതാക്കി ആ സ്വസ്വരൂപത്തിൽ മനസ്സിനെ നിർത്തുക, അല്ലെങ്കിൽ ആ സ്വരൂപം മാത്രമായിട്ട് ഇരിക്കുക. ഇതാണ് കരണീയമായിട്ടുള്ളത്. അപ്പോൾ ആനന്ദം നമ്മൾക്ക് വാക്കുകൾക്ക് അതീതമായിട്ട് ആ ആനന്ദ സ്വരൂപത്തെ നമുക്ക് സാക്ഷാത്കരിക്കുവാനും അതിനകത്തുള്ള ഒരു സുഖത്തെ, നശിച്ചു പോകാത്ത ആ സുഖത്തെ നമുക്ക് അനുഭവിക്കുവാനും സാധിക്കുമെന്നുള്ളതാണ്. തീർച്ചയായിട്ടും അതിന് സാധിക്കട്ടെ. ഏവർക്കും നമസ്കാരം.